റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് അയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് അയനാടൻ. ഇന്ത്യ സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ നേരിടുന്നത് വൻ കാർഷിക പ്രതിസന്ധി. പാകിസ്ഥാനിൽ 80% കൃഷിയും നാശത്തിന്റെ വക്കിലാണെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നിലവിൽ ഹിന്ദു നദിയിലെ പാകിസ്ഥാന്റെ അണക്കെട്ടുകൾക്ക് 30 ദിവസത്തെ ജലം മാത്രമേ സംഭരിക്കാൻ കഴിയൂ എന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസിന്റെ 2025 പരിസ്ഥിതി ആഘാത റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കൂടാതെ പാകിസ്ഥാനിലെ ജനസാന്ദ്രതയേറിയ പലയിടങ്ങളിലും കടുത്ത ജലക്ഷാമം നേരിടേണ്ടി വരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 26 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചത്. സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചതിന്റെ ഫലമായി പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ജലക്ഷാമം രൂക്ഷമാണെന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു. ഏഷ്യയിലെ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഏക അതിർത്തി കടന്നുള്ള ജലപങ്കിടൽ കരാറാണ് സിന്ധു നദീജല കരാർ. 1960 സെപ്റ്റംബർ 19 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുന്നത്. 64 വർഷം പഴക്കമുള്ള ഈ കരാർ കറാച്ചിയിൽ വെച്ചാണ് ഒപ്പിട്ടത്. നീണ്ട 9 വർഷത്തെ ചർച്ചകൾക്ക് ശേഷമാണ് കരാറിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നത്. കാശ്മീരിന്റെ സ്വപ്ന താഴ്വരയായ പഹൽഗാമിനെ രൂക്ഷമാക്കിയതിന് പിന്നാലെ നയതന്ത്ര ബന്ധത്തിലെ പ്രധാന ഏടായ സിന്ധു നദീജല കരാർ റദ്ദാക്കാൻ ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു. ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾക്കിടെ ചാൾസ് രാജാവിന്റെ സഹോദരൻ ആൻഡ്രൂ രാജകുമാരന്റെ രാജകീയ പദവികൾ എടുത്തു കളഞ്ഞ് ബക്കിംഗ്ഹാം കൊട്ടാരം. വിൻസൺ എസ്റ്റേറ്റിലെ വസതി വിട്ട അദ്ദേഹത്തിന് ഇനി സ്വകാര്യ വസതിയിലേക്ക് താമസം മാറേണ്ടി വരും. ആൻഡ്രൂവിന്റെ എല്ലാ രാജകീയ പദവികളും ബഹുമതികളും പിൻവലിക്കാൻ തീരുമാനിച്ചതായി ബക്കിംഗ്ഹാം കൊട്ടാരം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഇനി മുതൽ ആൻഡ്രൂ രാജകുമാരൻ ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ വിൻസർ എന്നായിരിക്കും അറിയപ്പെടുക. കൊട്ടാരത്തിൽ താമസം ഒഴിയാൻ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അദ്ദേഹം സ്വകാര്യ സ്ഥലത്തേക്ക് താമസം മാറും. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അദ്ദേഹം നിഷേധിക്കുന്നുണ്ടെങ്കിലും ഈ നടപടി അത്യന്താപേക്ഷിതമാണെന്നാണ് ബക്കിംഗ്ഹാം കൊട്ടാരം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. അതേസമയം സഹോദരന്റെ താമസ ചെലവും മറ്റും രാജാവ് തന്നെ നിർവഹിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. യോർക്ക് പ്രഭു പദവി നേരത്തെ ഉപേക്ഷിച്ചുവെങ്കിലും എലിസബത്ത് രാജ്ഞിയുടെ 2ാമത്തെ മകൻ എന്ന നിലയിൽ ആൻഡ്രൂ രാജകുമാരൻ എന്ന് തന്നെ അദ്ദേഹം അറിയപ്പെടും. പ്രതിരോധ സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയും യുഎസും തമ്മിൽ ദീർഘകാല പ്രതിരോധ സഹകരണ കരാറിൽ ഒപ്പുവച്ചു. യുഎസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സ്കത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് കരാറിൽ ഒപ്പുവച്ചത്. വിവരങ്ങൾ പങ്കുവയ്ക്കൽ, സാങ്കേതിക സഹകരണം, ഏകോപനം എന്നിവയിൽ സഹകരണം ഉറപ്പുവരുത്തുന്ന 10 വർഷത്തേക്കുള്ള പ്രതിരോധ സഹകരണ ചട്ടക്കൂടിനാണ് ഇരുവരും ഒപ്പുവച്ചത്. കുലാലംപൂരിൽ നടക്കുന്ന ആസിയാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറിൽ ഒപ്പുവച്ചത്. ലോജിസ്റ്റിക് സൗകര്യങ്ങളിൽ ഉറപ്പുവരുത്തൽ, പ്രതിരോധ ഉപകരണങ്ങളുടെ സംയുക്ത നിർമ്മാണം, സാങ്കേതിക വിദ്യ കൈമാറ്റം എന്നീ കാര്യങ്ങളും കരാറിൽ ഒപ്പിടുന്നുണ്ട്. സൈനിക സഹകരണം ആഴത്തിലാക്കുകയും പരസ്പരം താവളങ്ങൾ, ലോജിസ്റ്റിക്സ്, അറ്റകുറ്റപ്പണി സൗകര്യങ്ങൾ എന്നിവ തടസ്സങ്ങളില്ലാതെ ഉപയോഗിക്കാൻ സഹായിക്കുകയും ചെയ്യും. നൂതന പ്രതിരോധ സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കാൻ കരാർ ഇന്ത്യയെ സഹായിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയും യുഎസും തമ്മിലുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് പുതിയ പ്രതിരോധ കരാർ എന്നത് ശ്രദ്ധേയമാണ്. അപൂർവ ധാതുകാന്തങ്ങളുടെ കയറ്റുമതിയിൽ ഇന്ത്യക്ക് ഇളവുകൾ നൽകി ചൈന. ഇവ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യൻ കമ്പനികൾക്ക് അനുമതി ചൈന നൽകിയിട്ടുണ്ട്. 6 മാസത്തെ കയറ്റുമതി നിയന്ത്രണത്തിന് ശേഷമാണ് ഇന്ത്യക്ക് നിയന്ത്രണത്തിൽ ഇളവ് നൽകിയത്. ചില ഇന്ത്യൻ കമ്പനികൾക്ക് ചൈനയിൽ നിന്ന് അപൂർവ ധാതുകാന്തങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള ലൈസൻസുകൾ ലഭിച്ചുവരും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യാഴാഴ്ച സ്ഥിരീകരിച്ചു. എന്നാൽ ലൈസൻസ് ലഭിച്ച കമ്പനികളുടെ വിശദാംശങ്ങൾ ജയ്സ്വാൾ വെളിപ്പെടുത്തിയിട്ടില്ല. ഓട്ടോമോട്ടീവ്, ഇലക്ട്രോണിക്സ് മേഖലകൾക്ക് അത്യന്താപേക്ഷിതമായ അപൂർവ ധാതുകാന്തങ്ങൾക്ക് മേൽ യുഎസിനെ ലക്ഷ്യമിട്ടാണ് ചൈന കയറ്റുമതി നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇത് ആഗോളതലത്തിൽ വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തിയിരുന്നു. ചൈന ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇലക്ട്രിക് കാറുകൾ, ഇരുചക്ര വാഹനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വാഹനങ്ങളുടെ നിർമ്മാണത്തെ സാരമായി ബാധിച്ചിരുന്നു. ഇതേ തുടർന്ന് വിഷയം ചൈനയുമായി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കമ്പനികൾ സർക്കാരിനെ സമീപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ചൈനയുടെ നിയന്ത്രണ ഇളവ് ഇന്ത്യക്ക് ഗുണകരമാകുന്നത്. ഇന്ത്യയിൽ 2026-27 അധ്യയന വർഷം മുതൽ AI പാഠ്യപദ്ധതിയുടെ ഭാഗമാകും. 3ാം ക്ലാസ് മുതൽ AI പാഠ്യ വിഷയമാക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തീരുമാനിച്ചു. സാങ്കേതിക വിദ്യയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കുട്ടികൾ ചെറുപ്പം മുതലേ പഠിച്ചു തുടങ്ങണമെന്ന ലക്ഷ്യത്തോടെയാണിതെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. AI ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നുവെന്നതിൽ കുട്ടികളെ ബോധവാന്മാരാക്കുന്നതാണ് അടിസ്ഥാന തലത്തിൽ തന്നെ ഇതൊരു പാഠ്യ വിഷയത്തിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് വിദേശ മന്ത്രാലയത്തിൽ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. CBSE, NCERT, KVS, NVS എന്നിവയുമായി കൂടിയാലോചന നടത്തി AI കമ്പ്യൂട്ടേഷൻ തിങ്സ് പാഠ്യപദ്ധതി വികസിപ്പിക്കുന്നതിനായി മദ്രാസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വിദഗ്ധർ ചേർന്ന് ഒരു സമിതിയെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. കേരളം അതിദാരിദ്ര്യമുക്തമായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള പിറവി ദിനത്തിൽ നിയമസഭയിലാണ് അദ്ദേഹം ഇത് പ്രഖ്യാപിച്ചത്. കേരളം കൈവരിച്ച നേട്ടങ്ങൾ അക്കമിട്ട് നിർത്തിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷ ബഹിഷ്കരണത്തിനിടെയുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. പുതിയൊരു മാതൃക കൂടി രാഷ്ട്രത്തിന് മുമ്പാകെ നാം സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കേരളം പല ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെയും പരീക്ഷണശാലയാണെന്നും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിലും നമ്മുടെ പരീക്ഷണങ്ങൾ രാജ്യത്തിന്റെ ഇതര സംസ്ഥാനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന മാതൃകയാകുമെന്ന് പ്രത്യാശിക്കുന്നതായും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഐക്യ കേരളം എന്ന മലയാളിയുടെ സ്വപ്ന സാക്ഷാത്കാരം യാഥാർത്ഥ്യമായ ശേഷം 69 വർഷങ്ങൾ ഇന്ന് പൂർത്തിയാകുകയാണെന്നും ഈ കേരളപ്പിറവി ദിനം ഒരു പുതുയുഗപ്പിറവിയുടെ ദിനമാണ് എന്നും മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി. അതിദാരിദ്ര്യമില്ലാത്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി നമുക്ക് കേരളത്തെ മാറ്റാൻ കഴിഞ്ഞു എന്ന കാരണത്താൽ ചരിത്രത്തിൽ ഇടം നേടുന്ന കേരളപ്പിറവിയാണ്
ഈ വർഷത്തേതെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം കേരളം അതിദാരിദ്ര്യം അവസാനിച്ചെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ശുദ്ധ വെട്ടിപ്പും പച്ചനുണങ്ങളുടെ സമാഹാരവുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. അതിദാരിദ്ര്യം അവസാനിച്ചെന്ന പ്രഖ്യാപനത്തിനായി വിളിച്ചു ചേർത്ത പ്രത്യേക നിയമസഭാ സമ്മേളനം ബഹിഷ്കരിച്ചിറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. കായിക വിശേഷങ്ങൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലിന്റെ മുന്നേറ്റം തുടരുകയാണ്. കരുത്തും സൗന്ദര്യം ഒത്തുചേരുന്ന കിളിശ്ശേരിയായിരുന്നിട്ടും കഴിഞ്ഞ 3 സീസണിലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചാമ്പ്യന്മാർക്ക് പുറകിൽ 2ാം സ്ഥാനത്താവാനായിരുന്നു ആഴ്സണലിന്റെ വിധി. മുൻനിര ടീമുകൾക്കെതിരെ മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടും താരതമ്യേന ദുർബലരായ ചില ടീമുകൾക്കെതിരെ അപ്രതീക്ഷിതമായി ചില തോൽവികൾ അവരെ ചാമ്പ്യൻ പട്ടത്തിൽ നിന്ന് അകറ്റി നിർത്തുകയായിരുന്നു. എന്നാൽ ഒക്ടോബർ മാസം അവസാനിക്കുമ്പോൾ 9 മത്സരങ്ങളിൽ നിന്ന് 22 പോയിന്റുമായി ആഴ്സണൽ പോയിന്റ് പട്ടികയിൽ മുന്നിലാണ്. കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായ ലിവർപൂൾ 15 പോയിന്റുമായി 7ാം സ്ഥാനത്താണ്. തുടർച്ചയായി 4 തവണ ചാമ്പ്യന്മാരായ മാൻ സിറ്റി ആകട്ടെ 16 പോയിന്റുമായി 5ാം സ്ഥാനത്തും. ലീഗിൽ ഇനിയും മത്സരങ്ങൾ അവശേഷിക്കുന്നതിനാൽ ആര് ചാമ്പ്യന്മാരാകുമെന്നുള്ളത് പ്രവചനാതീതമാണ്. ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലിൻസ് ഐനാടൻ.